വീണ ജോർജുമായി ആശമാരുടെ ചർച്ച ചൂടുപിടിക്കുന്നു. ആശമാരുമായുള്ള മൂന്നാംവട്ട ചർച്ചയാണെന്ന് നടക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ആശാപ്രവർത്തകരും യൂണിയൻ പ്രതിനിധികളും ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് ഈ നിമിഷം വരെയും ലഭിക്കുന്ന വിവരം. എന്നാൽ ഇതുവരെയും ആശാപ്രവർത്തകർക്ക് ആശ്വാസമാകുന്ന യാതൊരുവിധ കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ചർച്ച സമവായത്തിൽ എത്തില്ല എന്ന് തന്നെയാണ് ആശമാരുടെ പക്ഷം. കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യവും ചർച്ച പരസ്പര ധാരണയിലെത്താതെ പിരിയുമെന്ന് ഉറച്ചു തന്നെയാണ് ആശമാർ ചർച്ചയ്ക്ക് പോകുന്നത്. ചർച്ച സമവായത്തിൽ എത്തിക്കഴിഞ്ഞാൽ സമരത്തിന് ചുക്കാൻ പിടിച്ച് മുന്നിൽ നിൽക്കുന്നവർക്ക് ദിവസക്കൂലി കിട്ടുന്നത് അതോടുകൂടി ഇല്ലാതാകും. മിനി ഉൾപ്പെടെ ആശാവർക്ക് ചെയ്യാത്ത പലരും ഇതിന്റെ മുന്നണിയിൽ നിന്ന് മറ്റു പാർട്ടിക്കാർക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ സമരം അവസാനിപ്പിക്കേണ്ടതും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കിട്ടേണ്ടതും ശരിയായ ആശാ തൊഴിലാളികളുടെ മാത്രം ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം വീണ ജോർജ് കേന്ദ്രമന്ത്രി നദ്ദയെ കാണുകയും ആശമാരുടെ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് ഇൻസെന്റേറ്റീവ് കൂട്ടി നൽകുന്നതല്ലാതെ അവരെ സ്ഥിരം തൊഴിലാളികളാക്കുന്നതോ ശമ്പളം കൂട്ടുന്നതോ ഉൾപ്പെടെ വിരമിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും കേന്ദ്രമന്ത്രി തയ്യാറായില്ല. വീണ ജോർജ് നിരന്തരം ഇതിന് സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ആശമാർക്ക് കൂടുതൽ ക്ലാസുകൾ നൽകി നൈപുണ്യ വികസനം നൽകുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കാമെന്ന് മാത്രമാണ് നദ്ദയിൽ നിന്ന് ലഭിച്ച വിവരം. ആശമാർ സമരം അവസാനിപ്പിച്ച് സമരപന്തലിൽ നിന്ന് പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു വട്ടം കൂടി ചർച്ചയ്ക്ക് വിളിക്കാൻ വീണ ജോർജ് ഇന്നലെ തയ്യാറായതാണ്. എന്നാൽ നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആരോപിക്കുന്ന വലിയ കുറ്റവും വലിയ സമരവുമായി ആശമാരുടെ സമരം മാറിയിരിക്കുന്ന സാഹചര്യത്തിലും സംസ്ഥാന സർക്കാരിന്മേൽ മറ്റൊരുവിധ ആരോപണങ്ങളും ഉന്നയിക്കാൻ മറ്റു പാർട്ടിക്കാർക്ക് കഴിയാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സമരത്തിൽ നിന്ന് തൊഴിലാളികൾ പിന്മാറരുത് എന്ന് തന്നെയാണ് BJP-കാരുടെയും കോൺഗ്രസുകാരുടെയും മുഖ്യ അജണ്ട. എന്നാൽ നിരാഹാരം കിടന്നും തലമുണ്ഡനം ചെയ്തും പാവപ്പെട്ട ആശാ തൊഴിലാളികൾ ഇതിന്റെയൊക്കെ ഇരയാവുകയും ചെയ്യുന്നു. തന്റെ സ്വന്തം ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അർപ്പണബോധവും കൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. എന്നാൽ ഇതൊന്നും മനസ്സിലാകാതെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പാവകളായി മാറുകയാണ് പാവപ്പെട്ട ആശാ തൊഴിലാളികൾ. മാസം 26,000 രൂപ ലഭിക്കണമെന്നും പെൻഷൻ പ്രായം 62 നിന്ന് 65 ആക്കണമെന്നും വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിച്ചു കിട്ടണമെന്നും പെൻഷൻ ആനുകൂല്യങ്ങൾ ഉണ്ടാകണമെന്നും ആശമാരുടെ ഓണറേറിയവുമായി ബന്ധപ്പെട്ട സമരം നടക്കുന്നതിനിടയിൽ സർക്കാർ ഇറക്കിയ ഉത്തരവിലെ എല്ലാ മാനദണ്ഡങ്ങളും പിൻവലിക്കണമെന്നും ഇതിനു പുറമെ ഈ സമരത്തിൽ പങ്കെടുത്തവരോട് യാതൊരുവിധ പ്രതികാര നടപടിയോ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നതോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നും ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കണമെന്നും ഒക്കെയുള്ള വലിയ വലിയ ആവശ്യങ്ങളുമായാണ് ആശാ തൊഴിലാളികൾ വീണ ജോർജിന്റെ ചേംബറിലെത്തുക. എന്നാൽ ഇവരുടെ ചെറിയ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ വീണ ജോർജിന് കഴിയുമെങ്കിലും ഇവരുടെ ഓണറേറിയം കൂട്ടുന്നതും പെൻഷൻ തുക അനുവദിക്കുന്നതും പെൻഷൻ ഏർപ്പെടുത്തുന്നതും ഒക്കെ കേന്ദ്ര സർക്കാർ നൽകേണ്ട ആനുകൂല്യങ്ങളാണ്. എന്നിരിക്കെ സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായി പരിമിതികൾ ഉള്ളതുകൊണ്ട് ഒരിക്കലും അത് സ്വന്തം ബാധ്യതയായി ഏറ്റെടുക്കാനും കഴിയില്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആശാ വർക്കർമാർ ഈ ചർച്ചാ സമവായത്തിൽ അവസാനിക്കാൻ സാധ്യതയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത്. ആശാ തൊഴിലാളികൾ വീണ ജോർജുമായി ചർച്ച ചെയ്ത് പുറത്തു വന്നാൽ മാത്രമേ തുടർ കാര്യങ്ങൾ അറിയാൻ കഴിയൂ. കഴിഞ്ഞ ദിവസം കേന്ദ്രം അവരുടെ നയം വ്യക്തമാക്കിയ സ്ഥിതിക്ക് സംസ്ഥാന സർക്കാർ കൂടിയാലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ആശമാരുടെ കാര്യത്തിൽ ഉണ്ടാക്കിയേക്കാം എന്ന പ്രതീക്ഷയാണ് ഈ ചർച്ചയ്ക്ക് മുതിരാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ സർക്കാരിനെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കുന്നതും കേന്ദ്രത്തിനെതിരെ ഒരു വിരൽ പോലും അനക്കാത്തതും ഇപ്പോഴും നീതികേടാണെന്ന് പറയാതെ വയ്യ.